ഹായ്. അപ്പോൾ അതാ ഞങ്ങൾ ഡ്യൂട്ടിക്ക് ഇറങ്ങാനുള്ള ടൈമാണ് ഇപ്പോൾ. സമയം 4 മണി. 4 മണിക്ക് നമ്മളെ ഡ്യൂട്ടി സ്റ്റാർട്ടിംഗ് ആണ് വൈകിട്ടുള്ള. അപ്പോൾ ഞാൻ യൂണിവേഴ്സും കൂടി ഇറങ്ങിയതാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഫ്ലാറ്റ്. ഫസ്റ്റ് ഫ്ലോർ ആണ്. ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് നമ്മൾ താമസിക്കുന്ന റൂമാണ്. അപ്പോൾ ഇവിടുന്ന് കഷ്ടിച്ച് ഒരു 100 മീറ്റർ, ഒരു 150 മീറ്റർ ഇല്ലടാ നൈസ, 150-100 മീറ്റർ ഉള്ളൂ നമ്മളെ ഓഫീസിലേക്ക് എത്താൻ, കമ്പനിയിൽ എത്താനും വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ കമ്പനിയിലെ സ്റ്റാഫുകളെല്ലാം പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാം പരിചയപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം, ട്രൈ ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാം. കാരണം കുറച്ച് തിരക്കുള്ള ടൈം ഉണ്ടാവും. ഫ്രീ ആവുന്ന ടൈമിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ കമ്പനി വരുന്നത് ആ ഭാഗത്താണ്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മളെ കമ്പനി ബിൽഡിങ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഏകദേശം ഒരു 100-150 മീറ്റർ ഉള്ളൂ. ജസ്റ്റ് റൂമൊക്കെ നമ്മളെ അടുത്ത് തന്നെയാണ് വരുന്നത്. മെയിൻ റോഡിന്റെ പക്കത്തായിട്ടാണ് നമ്മളെ ഈ ടവർ സ്ഥിതി ചെയ്യുന്നത്. ദഹ്റാൻ ദമാം ടു ഹൈവേന്റെ ഫ്രണ്ടിലായിട്ടാണ്, റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളെ ടവർ സ്ഥിതി ചെയ്യുന്നത്. ടവർ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങും അതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങളും ഞങ്ങളെ കമ്പനിയും ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മളെ ദോസരി ടവർ എന്ന് പറഞ്ഞത് ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. 7 ഗേറ്റാണ് ഇതിന് വരുന്നത്. 2 ഗേറ്റ് ഈ ഭാഗത്തും, 2 ഗേറ്റ് മറ്റേ ഭാഗത്തും, 2 ഗേറ്റ് ഈ ഭാഗത്തും. അതുപോലെ ഫ്രണ്ട് സൈഡ് വരുന്നത് അങ്ങോട്ടാണ്. മെയിൻ റോഡുമൊക്കെയാണ് ഫ്രണ്ട് സൈഡ് വരുന്നത്. അപ്പൊ ആ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ഗേറ്റ്, മെയിൻ ഗേറ്റ് ഒരു ഗേറ്റ് ആണ്. അപ്പൊ ആ ഗേറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് ഇന്ന് നമ്മൾ എൻട്രൻസ് ചെയ്യാൻ പോണേ. ഞങ്ങളെ ഗേറ്റ് വരുന്നത്, ഞങ്ങളെ ഷോപ്പിലേക്കുള്ള എൻട്രൻസ് വരുന്നത് 5-ാം ഗേറ്റും 4-ാം ഗേറ്റും ആണ്. ഇത് രണ്ടിലൂടെയും പ്രവേശിച്ചാൽ നമ്മളെ ഗേറ്റിലുള്ള എൻട്രൻസ് വരും. അപ്പോ നമുക്ക് അങ്ങോട്ട് ഫ്രണ്ട് കൂടി പോവാം, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ടിലേക്കുള്ള റോഡ് വരുന്നത്. ഇവിടെ ഒരു നിസാനിന്റെ ഷോറൂം ഉണ്ട്. നിസാൻ മോട്ടോഴ്സിന്റെ ഷോറൂമാണ് ഇത് കാണുന്നത്. ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് റോഡില്. അത് ഈ ടൈം ആകുമ്പോഴുള്ളൊരു ഇഷ്യൂ ആണ്. എല്ലാവരും ഡ്യൂട്ടി തുടങ്ങാൻ ടൈമില്, ഈ ടൈമിലാണ് എല്ലാവരും ഇറങ്ങല്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ദമാമിന്ന് വരുന്ന റോഡാണ്. ദമാം ദഹ്റാൻ ഹൈവേ ടു കോബാർ. കോബാറാണ് ഈ ഭാഗത്തേക്ക് നമ്മളെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കോബാറിലാണ്. കോബാർ ടൗണിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഇതിന്റെ ബാക്കിൽ കാണുന്ന ഇതാണ് ദോസരി ടവർ എന്ന് പറഞ്ഞത്, ഫ്രണ്ട് ഭാഗം. ഓക്കെ, ഇതിന്റെ ഫ്രണ്ട് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടേജ് വരുന്നത്, ഈ ഫ്രണ്ടേജിൽ ഞാൻ കുറച്ച് എനിക്ക് സൂം ഔട്ട് ചെയ്താലേ കിട്ടുള്ളൂ, കാരണം റോഡ് സൈഡാണ്. ഇത് ദോസരിക്കുള്ള പാർക്കിംഗ് ആണ്, പേ പാർക്കിംഗ് ആണ്. ഇതിനെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുമ്പോൾ പേ പാർക്കിംഗ് ആണ്, ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ബിൽഡിംഗ്. ഇതിന് പറയുന്ന പേര് ദോസരി ടവർ എന്നാണ്. ദോസരി ടവർ ആണ് ഇതിന്റെ പേര്, ബിൽഡിങ്ങിന്റെ പേര് വരുന്നത്. പൊതുവെ ഈ സ്ഥാപനം അറിയപ്പെടല് എങ്ങനെയാന്ന് വെച്ചാൽ ദോസരി കമ്പ്യൂട്ടർ മാൾ എന്നാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും എന്തെങ്കിലും ദോസരി കമ്പ്യൂട്ടർ മാൾ എന്നാണ് അറിയപ്പെടല്. അതിന് കാരണം ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ആക്സസറീസും അതുപോലെ നെറ്റ്വർക്കിന്റെ ആക്സസറീസും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർസ് ആണ് ഇതിന്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഷോപ്പിംഗ് മാളിൽ കാണുന്ന വേരി ഡ്രസ്സ് കാര്യങ്ങൾ ഒന്നും ഇതിനകത്തില്ല. ഇതില് കംപ്ലീറ്റ് ആയിട്ട് നെറ്റ്വർക്കിന്റെ ലാപ്ടോപ്പ്, ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പുകൾ, ബ്രാൻഡ് ന്യൂ PC കൾ, ഡെസ്ക്ടോപ്പ്, അതുപോലെ സെക്കൻഡ് ഹാൻഡുകളും ബ്രാൻഡ് ന്യൂകളും എല്ലാം നല്ല പ്രൈസിന് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ദോസരി കമ്പ്യൂട്ടർ മാള് എന്ന് പറഞ്ഞത്. ഒരുപാട് സ്ഥലത്തുനിന്ന്, ദൂരം സ്ഥലത്തുനിന്ന്, അല്ലസാന്നും അതുപോലെ 100-150 കിലോമീറ്റർ താണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ സ്ഥലം തേടി ഇവിടെ വരാറുണ്ട്. ഒരുപാട് കസ്റ്റമർ നമ്മളെ ഷോപ്പിലും നമ്മളെ കമ്പനിയിലും വന്ന് കയറാറുണ്ട്. ഒരുപാട് കമ്പനികൾ അതേപോലെ നമുക്ക് പുറത്തുനിന്ന് വളരെ ദൂരത്തുനിന്നും ബഹ്റൈനിൽ വരെ നമുക്ക് ഇവിടുത്തെ റിക്വയർമെന്റ് കിട്ടാറുണ്ട്, കൊട്ടേഷനും അതുപോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള. അപ്പൊ അത്രയും പ്രൈസാണ് ഇവിടെ കൊടുക്കുന്നത് എന്നാണ് പൊതുവെ ഉള്ള അറിയല്. ഞാനിപ്പോ ഏകദേശം ഒരു 9 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നത്. നല്ല അനുഭവം മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോ അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഞാൻ ഏതായാലും ഇതിന്റെ അകത്ത് കയറിയിട്ട് നോക്കാം. ഞാൻ ഇതിന്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തോട്ട് കയറിയിട്ട് നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. ഓക്കെ, വാ. അപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ് കാണുന്നത് ഇവിടെയാണ്. ഇതാണ് മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഒറ്റ ഗേറ്റ് ആണ് മെയിൻ എൻട്രൻസിലുള്ളത്. മറ്റുള്ള 3 ഭാഗങ്ങളിലായിട്ട് 2 ഗേറ്റ് വീതം എൻട്രൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഗേറ്റ് 1 നമ്പറാണ് ഫ്രണ്ട് ഗേറ്റ് വരുന്നത്. ഓക്കെ, ദോസരി ടവർ, ഇതാണ് ദോസരി ടവർ. അകത്തേക്ക് പ്രവേശിച്ചാല് ഇതാണ് നമ്മുടെ ഷോപ്പിംഗ് മാള്.
അദീബ് അവിടെ വെയിറ്റിംഗിലാട്ടോ. അദീബ് ഷോപ്പ് ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ആണ് ഇതിന്. സെക്കൻഡ് ഫ്ലോറേ ഉള്ളൂ, 2 ഫ്ലോറാണുള്ളത്, പിന്നെ ഗ്രൗണ്ട് ഫ്ലോറും. അപ്പൊ മെയിനായിട്ട് ഓരോ അടിയിൽ കൂടുതലും ഷോപ്പുകളും, സെക്കൻഡ് ഫ്ലോറിൽ സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളും, ഏറ്റവും ടോപ്പില് 2 ബൂഫിയ മീൻസ് ടീ കോഫി ഒക്കെ സാപ്പിടാനും വേണ്ടിയിട്ടുള്ള ഷോപ്പുകളും, അതേപോലെ തന്നെ മെയിൻ്റനൻസും ഷോപ്പുകളാണ് മുകളത്തെ ഭാഗത്തിലുള്ളത്. മുകളത്തെ ഭാഗം ഞാൻ പിന്നൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഇനി നമ്മളെ കമ്പനി, എന്റെ കമ്പനി എവിടെയാണ്, ഇതിനകത്ത് ഏത് ഭാഗത്താണെന്നുള്ളത് കാണിച്ചു തരാം. ആ കാണുന്ന ഭാഗത്ത് ലെഫ്റ്റിക്ക് തിരിഞ്ഞാണ് നമ്മളെ കമ്പനി ഉള്ളത്. ലെഫ്റ്റിക്ക് തിരിഞ്ഞ് 2ാമത്തെ സ്റ്റോപ്പാണ് നമ്മളെ കമ്പനി. ഓക്കെ. അപ്പോൾ അതാ എല്ലാവരും വന്ന് കൂടി നിൽക്കുകയാണ്. നമ്മളെ സ്റ്റാഫുകൾ അനസത അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ അദീബ് അവിടെ വന്നിട്ടുണ്ട്. അദീബാ എന്നിട്ട് വാടക ഈ 4 മണിയാകുമ്പം എല്ലാം ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മളെ നിയാദ് വരുന്നുണ്ട്. അതേപോലെ അപ്പുറത്തെ ബ്രാഞ്ചും ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ഈ 2 മെയിൻ ബ്രാഞ്ചുകളാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി, J2000 ട്രേഡിംഗ് കമ്പനി. അതിലെ ബോർഡ് J2000 ട്രേഡിംഗ് കമ്പനി. ഇതിൽ 2 സെക്ഷൻ ആയിട്ടാണ്. ഒന്ന് ഇത് കോർപ്പറേറ്റ് ആയിട്ടും, 2 ഹോൾസെയിലും റീറ്റെയിലും എല്ലാം വർക്ക് ചെയ്യും. ഇതിൽ ആക്സസറീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇതിന്റെ 2 റൂമുകളിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത്. വലിയ ഷോപ്പാണ്. അങ്ങനെ 3 റൂമാണ് മൊത്തത്തിൽ ടോട്ടൽ ഇവിടെ മെയിൻ ബ്രാഞ്ച് കോബാറിൽ എന്നിട്ടുള്ളത്. J2000 ട്രേഡിംഗ് കമ്പനി. അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ്. വർക്ക് ചെയ്യണത് കൂടുതലും സൗദികളാണ്. അപ്പോൾ സൗദി അറേബ്യന്റെ ഒരു റൂൾസ് ഉണ്ട്, സൗദികൾ വേണം എന്നുള്ളത്. ഷോപ്പിൽ വർക്ക് ചെയ്യാൻ സൗദികൾ വേണം എന്നുള്ളത്. അപ്പോൾ 1, 2, 3 കൗണ്ടറുകൾ ഇവിടെ ഉണ്ട്. അതിൽ 3ലും സൗദികളാണ്. 1ൽ അവിടെ സൗദി ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ട്. പേര് അബ്ദുള്ള എന്നാണ്. പറയേ മിനിറ്റ്. അബ്ദുള്ള كم سنة شغال هنا؟ كيف شغل كويس؟ محسن كويس ولا كلام سيد. അപ്പൊ ഇതാണ് നമ്മളെ സൗദി. ക്യാമറ എടുത്തുകൊണ്ടിരുന്ന ഇതാ ഉനൈസാണ്. പറയാനാ വാ. ഇതാണ് നമ്മളെ ഫർഹാന്. പിന്നെ വാൻ സെയിൽസ്മാൻ അല്ല, വാൻ സെയിൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ. പരിചയപ്പെടുത്തിക്കളാ. ഹലോ, എല്ലാത്തിനും പരിചയപ്പെടുത്തണം. ഫർഹാൻ എവിടെ, നാട്ടിലെവിടെ? അരീക്കോടാണ് ആള്. പിന്നെ ഇവിടെ നമ്മളെ വാൻ സെയിലിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വാനായിട്ട് പുറത്തേക്ക് പോകുന്ന ആളാണ്. പിന്നെ ഷോപ്പിലും അല്ലാതെ ഉണ്ടാവില്ല, കൂടുതലും കറങ്ങി തിരിച്ചിലാണ്. ഇതൊക്കെയാണ് നമ്മളെ പ്രോഡക്റ്റ്. ഇതിൽ നമ്മളെ ബിസിനസിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കോർപ്പറേറ്റ് ആണ് കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്നത്. ഇമെയിൽ ത്രൂവും പിന്നെ വാട്സപ്പ് ത്രൂവും കമ്പനികളെ കൊട്ടേഷന് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഓർഡറുകൾ എടുത്തിട്ട് നമ്മൾ എല്ലൗട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൽ സൗദികളാണ് ഇപ്പോൾ ഇവിടെ കൗണ്ടറിലുള്ളത്. അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ തന്നെയാണ്. കാരണം അവര് ചില ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള കൂടുതൽ അറിവുകളൊന്നും ഇല്ല. അപ്പോ പിന്നെ വാക്കിംഗ് കസ്റ്റമർ, അങ്ങനത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പുറത്ത് നമ്മളെ റീറ്റെയിൽ ഷോപ്പും ഹോൾസെയിൽ ഷോപ്പും ഉണ്ട്. അതിൽ റീറ്റെയിൽ ആയിട്ടുള്ളതും ഹോൾസെയിൽ ആയിട്ടുള്ള സെയിൽസ് ആണ് ഓൾമോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 3 ബ്രാഞ്ചുകളുണ്ട്. 2 ബ്രാഞ്ചുകൾ, ഒന്ന് അല്ലസ ബ്രാഞ്ചും ഒന്ന് ദമാം ബ്രാഞ്ചും. അവിടെ 2 ബ്രാഞ്ചുകളായിട്ട് നമുക്ക് ഷോപ്പ് ഉള്ളതാണ്. അതിൽ റീറ്റെയിലും ഹോൾസെയിലും സെയിം സിസ്റ്റം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ആട്ടോ. കംപ്ലീറ്റ് ഈ സാധനങ്ങൾ, പ്രോഡക്റ്റുകൾ, സാമ്പിൾസ് ആണ് ഈ കംപ്ലീറ്റ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം സാമ്പിൾസ് ആണ്. ഇതിന്റെ ഒക്കെ ക്വാണ്ടിറ്റി കീപ്പ് ചെയ്തിരിക്കുന്നത് വെയർ ഹൗസിലാണ്. അത് നമ്മളിത് കസ്റ്റമേഴ്സിന് സാമ്പിൾസ് കാണിച്ചു കൊടുക്കാനും അതേപോലെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഇവിടുന്ന് സെൽ ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ ഷോപ്പിൽ കീപ്പ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. റോട്ടർ കാര്യങ്ങൾ, വൈഫൈക്ക് ഉള്ളത്, ഗ്രാഫിക്സ് കാർഡ്, ഗെയിമിംഗ് PC കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സാമ്പിൾസ് മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരുപാട് ആക്സസറീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. ക്യാമറാസ് എല്ലാം ഉണ്ട്. പെൻ ഡ്രൈവുകൾ, സ്ക്രീൻസ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റേഴ്സ് എല്ലാം അവൈലബിൾ ആണ് നമ്മളെ കയ്യിൽ. അപ്പോൾ സൗദിന്റെ ഒരു നിയമമുണ്ട്. സൗദി വൽക്കരണത്തിന്റെ പ്രകാരമായിട്ട് സൗദി കൗണ്ടറുകളിലും എല്ലാം സൗദികളാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള. അപ്പൊ അത് പ്രകാരം നമ്മൾ ഇവിടെ 3 സൗദികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സൗദികളിൽ ഒരാളാണ് ഇപ്പോൾ, 2 പുറത്തു പോയതാണ്, ഇപ്പോൾ വരും. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇപ്പുറത്തെ ബ്രാഞ്ചിന്റെ ഒരു സെറ്റപ്പ്. നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റേഴ്സ്, ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്പ്,
അതുപോലെ ഈ സെർവർ കാര്യങ്ങള്, കമ്പ്യൂട്ടർ ആക്സസറീസ്, സോഫ്റ്റ്വെയർസ് കുറവാണ്, ആക്സസറീസ് ഉണ്ട്. അതുപോലെ ഹാർഡ്വെയർസ്, റൂട്ടർ, വൈഫൈ, നെറ്റ്വർക്കിങ്ങിന്റെ എല്ലാ ഐറ്റംസും, ഇങ്ങനത്തെ പ്രോഡക്റ്റുകളാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. കമ്പ്യൂട്ടർ പരമായിട്ടുള്ള ഒരുവിധം പ്രോഡക്റ്റുകളും നമ്മളെ കയ്യിൽ ഇവിടെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇനിയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും പരിചയപ്പെടുത്താൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. കാരണം ഇത് ഞാൻ പല ടൈമും സ്പെൻഡ് ചെയ്തിട്ട് എടുത്ത വീഡിയോ ആണ്. കാരണം ചില ടൈമുകളിൽ നല്ല തിരക്കാവും, നമുക്ക് വർക്ക് ഉണ്ടാവും, അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല ടൈമുകളായിട്ടുള്ള ഫ്രീ ടൈമിലാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഫ്രീ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, നമ്മളെ ഉനൈസ് ഇന്ന് ദമാമക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. എനിക്ക് പ്രൊമോഷൻ കിട്ടി ഗൈസ്. അപ്പോ എന്താ പറയാ, ഇന്ന് പോണ ദിവസമാണ്. ഇന്ന് ഫർഹാന്റെ ഒപ്പം ഫർഹാൻ അവിടെ വിട്ടിട്ടാണ് ഫർഹാൻ പോണത്. അപ്പൊ ആ പോണ ചിരിയാണ് ഇന്ന് മുഖത്ത് കാണുന്നത്. അപ്പൊ ഇന്ന് വീഡിയോയിൽ ഇനി കുറവാകും ഉനൈസ്. വീഡിയോ കീപ്പ് ചെയ്യുക, എല്ലാ വീഡിയോസും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അതാണ് ഉനൈസിന് പറയാനുള്ളത്. ഉനൈസിന്റെ ഫാൻസാരും ഞങ്ങളെ ഫാൻസാരും. അപ്പോ ഇന്ന് ദമാമക്ക് ആള് പോവാണ്. ഇനി നാളെ മുതൽ ദമാമിലാവും ആള് ഉണ്ടാവല്. അപ്പൊ ഈ വീഡിയോ ഇവിടുത്തെ ഇവന്റെ ലാസ്റ്റ് ഒരു എത്ര മാസം ഉണ്ടാവും? ഏകദേശം 2 മാസം ഉണ്ടാവും ദമാമില്. അപ്പൊ എന്നാ ചെക്കൻ പോവാണ്. പോട്ടെ, ഒരു ടാറ്റ ബൈ ബൈ കൊടുത്താ. ഞാൻ നമ്മളെ സ്റ്റാഫുകളിൽ കൂടുതൽ ആൾക്കാരും ഇതാ. ഒന്ന് അദീബ്, ഈ നിൽക്കുന്നതാണ് അദീബ്. അദീബാ എന്തേലും പറഞ്ഞ, ഇവിടെ എന്നും കച്ചറയാണ്. ഉനൈസ് പോണതിന്റെ സങ്കടമാണ് എല്ലാവർക്കും. ഇത് നമ്മളെ നിയാദുട്ടൻ. നിയാദാ ഒരായി പറഞ്ഞോടാ. അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത മെയിൻ ബ്രാഞ്ച്. നമ്മളോട് ഇതില് പറഞ്ഞ പോലെ തന്നെ ആക്സസറീസ് കാര്യങ്ങൾ, ഹെഡ്ഫോണ്, കീബോർഡ്, മൗസ്. ഇത് നമ്മളെ എന്താണ് പേര്? ഫ്രം ബംഗ്ലാദേശ്, ചൊട്ടഗ്രാം, മുഹമ്മദ് മിസ്ബാഹുദ്ദീൻ. ഇതാണ് ഇവിടെ ഒരു സ്റ്റാഫാണ് നമ്മളെ. അതുപോലെ ഇത് നമ്മളെ സൗദി സ്റ്റാഫ് അഹ്മദ് അൽ മുബാറക്. മാഷാഅല്ലാ മാഷാഅല്ലാ. كويس احمد كيف الحال؟ كويس كيف شغل هنا محل كويس. نفر محسن كيف يعني كويس ولا 100 كويس كده كلم كل نفر. اوكي كم سنة انت شغال هنا؟ 5 سنة ما شاء الله. ഇതൊക്കെയാണ് നമ്മളെ പ്രോഡക്റ്റുകൾ. ഇവിടെ ഒരുപാട് റൗട്ടേഴ്സ് കാര്യങ്ങൾ, അതുപോലെ പ്രിന്റേഴ്സ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഇവിടെ റീറ്റെയിലും ഹോൾസെയിലും ഉണ്ട്. ഇത് നമ്മളെ സബാഹിർ ഫ്രം കാസർഗോഡ്. ഇത് ഒരാളാണ് നമ്മളെ സ്റ്റാഫുകളിൽ, സീനിയർ സ്റ്റാഫുകളിൽ പെട്ട ഒരാളാണ്. സബാഹിറാ ഒന്ന് പരിചയപ്പെടുത്തിക്കാം. കാസർഗോഡ്. എന്താ എത്ര വർഷമായി? 15 വർഷമായി സബാഹിർ ഈ ഷോപ്പിലാട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കാസർഗോഡ് മമ്മീച്ചൻ. ഭയങ്കര ഗൗരവക്കാരനാണ്, മസിൽ പിടുത്തക്കാരനാണ്. നല്ല ചെസ്റ്റും മസിലൊക്കെ ജിമ്മിനൊക്കെ പോയിട്ട് വളർത്തിയ ആളാണ്. നമ്മളൊരു സ്റ്റാഫാണ്. ഒരാൾ വെക്കേഷനിലാണ്, നമ്മൾ അഷറഫുക്ക. അയാൾ വന്നാൽ നമ്മൾ ഇട്ടുതരും. പിന്നെ ഉള്ളത് ഇനി നിഹാദും. പിന്നെ ആരാളെ? അഫ്സർ ഭായ് ഇതർ ആവോ യാർ. ഇത് അഫ്സർ ഭായ് ചൊട്ടഗ്രാമനാണ്, ബംഗ്ലാദേശ്. 2 ബംഗ്ലാദേശത്തെ ആൾക്കാരും പിന്നെ 2 കാസർഗോഡത്തെ ആൾക്കാരും, ബാക്കിയെല്ലാം മലപ്പുറം, ഒരു തിരുവനന്തപുരം. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ളത്. അപ്പോൾ ഇങ്ങനെ 2 ബ്രാഞ്ചാണ് നമ്മളിവിടെ കോബാർ മെയിൻ ബ്രാഞ്ചിലുള്ളത്. കോബാർ ദോസരി മാളിലുള്ളത് ഇങ്ങനെ 2 ഇതിലായിട്ട് സെക്ഷനായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ വെയർഹൗസ് മാനേജർ അൻസ. ഒരു ആയി പറഞ്ഞ അൻസപ്പെട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. വെയർ ഹൗസിലായതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ വന്നപ്പോൾ കിട്ടിയ ചാൻസിലെടുത്ത വീഡിയോ ആണ്. ഇത് നമ്മുടെ റോക്കി ഭായി ആണ്, ബംഗ്ലാദേശിയാണ്. കോൺസ ബംഗ്ലാദേശ്. അച്ഛാ നല്ല കുട്ടിയാട്ടാ, പാവപ്പെട്ട കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്. ഇത് യഹിയ, നമ്മളെ സൗദി മുത്താണ്. ഇവിടെ ബിൽഡിങ്ങിൽ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. ഷിസ്മൻറ്റ് മഹൽ സാം കമ്പ്യൂട്ടർ. ഇവിടെ സാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട്, അതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സൗദി എല്ലാ ഷോപ്പിലും ഓരോ സൗദികളും 2 സൗദികളൊക്കെ ഉണ്ട്. നമ്മളെ ഷോപ്പിൽ ഏകദേശം ഒരു 4-5 സൗദികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടെക്നീഷ്യനെ കണ്ടു കിട്ടിക്കണ്. നമ്മളെ കമ്പനീന്റെ 3 ബ്രാഞ്ചുള്ള കമ്പനീന്റെ മെയിൻ ടെക്നീഷ്യൻ ആണ് സുഹൈല്. എവിടെയാണ് എന്റെ സ്ഥലം? പാണ്ടിക്കാട്. മലപ്പുറം ജില്ലയില് എവിടെയാണ്? നമ്മളെ എടപ്പാളില്.
എടപ്പാളിൽ ആനക്കരയുള്ള മുത്താട്ടാ. മലപ്പുറം ജില്ലയിലെ പാലക്കാട് മലപ്പുറം അതിർത്തിയിലാണ് എന്റെ വീട്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ വീഡിയോയിൽ പല മിസ്റ്റേക്കുകളും ഉണ്ടാവും ഞങ്ങളായിട്ട് സംഭവിച്ചത്. വീഡിയോ പല ടൈമുകളായിട്ടാണ്, ഇപ്പോഴും ഫുള്ള് സ്റ്റാഫുകളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇൻഷാല്ലാ പിന്നെ പല വഴിക്കാണ്, പല ഡ്യൂട്ടികളാണ്. ചിലര് വെയർഹൗസ് ഡ്യൂട്ടി ഉള്ളവരാണ്, പിന്നെ ചില ആൾക്കാർ ഓഫീസ് ഡ്യൂട്ടി ഓഫീസിന്റെ അകത്താണ്. അപ്പൊ ഓഫീസിൽ നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ മെയിൻ്റെനൻസ് റൂമിൽ നിന്നാണ് ഈ പുറത്തേക്ക് വിളിച്ചെത്തിയിട്ടാണ് ഇത് പരിചയത്ത്. അപ്പോ പല മിസ്റ്റേക്കുകളും നമ്മളെ വീഡിയോകളിൽ ഉണ്ടാവാം. അതൊക്കെ ക്ഷമിച്ച് സബൂറാക്കി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് നമ്മൾ വിചാരിക്കണേ. അതേപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യുക. ഓക്കെ. ഇനി ആരെങ്കിലും ഇതിന്റെ ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ വീഡിയോ ഓരോന്നെടുത്തിട്ട് ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും ഞങ്ങളെ സ്റ്റാഫുകളെ. നിങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല. പ്രോഗ്രാം ഉണ്ട്, അത് ഈ പ്രോഗ്രാമിന് പോകുന്നുണ്ട്, അതിന്റെ വീഡിയോസ് ഞങ്ങൾ ഇടും. ഓക്കെ. ആസിഫ് അലി വരുന്ന പരിപാടിയാണ്, അപ്പൊ ഒന്ന് പോയി കാണാനുള്ള പരിപാടി ഉണ്ട്. എല്ലാരും വരുന്നുണ്ട്, മഹേഷ് നാരായണ എല്ലാരും ഉണ്ട്. അപ്പൊ ദമാമിൽ എത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അടുത്ത വെള്ളിയാഴ്ചയാണ് പരിപാടി, അത് പോകാനുള്ള ഒരു പരിപാടി ഉണ്ട്. ഇത് നമ്മളെ ഇർഷാദ് അയ്വ, പെരുമ്പാവൂര്, എറണാകുളം പെരുമ്പാവൂര്. ഹലോ. നമ്മളെ സ്റ്റാഫല്ല, നമ്മളിവിടെയുള്ള പ്രിയപ്പെട്ട ദോസ്താണ്, നമ്മളെ അടിപൊളി കൂട്ടുകാരനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ ടോട്ടലി ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.